നമസ്കാരം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട്ട് കലാപം നിയന്ത്രണ വിധേയം, കടകൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി. അക്രമ സംഭവങ്ങളിലെ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുമെന്ന് DIG ശ്രീജിത്ത്. അക്രമം നടന്ന സ്ഥലങ്ങളിൽ സാന്ത്വനവുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ. കാഞ്ഞങ്ങാട്ട് കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് K. സുരേന്ദ്രൻ. സംഘർഷത്തിന് പിന്നിൽ മുസ്ലിം ലീഗും NDF-ഉം KP സതീഷ് ചന്ദ്രൻ. അക്രമത്തിന് പിന്നിൽ CPM BJP കൂട്ടായ്മയെന്ന് ചെർക്കളം. വിശദമായ വാർത്തകളിലേക്ക്. കാഞ്ഞങ്ങാട് നഗരം പോലീസ് വലയത്തിൽ സംഘർഷത്തിന് അയവ്. ഒറ്റപ്പെട്ട കടകൾ തുറന്ന് പ്രവർത്തിച്ചു. 2 ദിവസം അരങ്ങേറിയ അക്രമങ്ങൾക്ക് ശേഷം കാഞ്ഞങ്ങാട് നഗരവും പരിസര പ്രദേശങ്ങളും ശാന്തമായിരിക്കുകയാണ്. നഗരത്തിൽ ഒറ്റപ്പെട്ട കടകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. KSRTC ബസ്സുകൾ സർവീസ് നടത്തി. നഗരത്തിൽ എത്തിയവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഈ മാസം 18 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരത്തിൽ ശക്തമായ പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്രമസമാധാന പാലനത്തിന് 60 അംഗ ദ്രുതകർമ്മ സേനയെയും തൃശൂരിൽ നിന്നുള്ള 120 സായുധ പോലീസിനെയും നഗരത്തിലും പരിസരങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരത്തിൽ മാത്രമായി 500-ൽ പരം പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ദ്രുതകർമ്മസേന നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പട്രോളിംഗ് നടത്തുന്നുണ്ട്. 144-ാം വകുപ്പ് പ്രകാരം ജില്ലാ കളക്ടർ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതിനാൽ ആളുകൾ കൂട്ടമായി നിൽക്കുന്നതിനും അയവുണ്ടായിട്ടുണ്ട്. രാത്രി 8 മണിക്ക് ശേഷം ബേക്കൽ, ഹൊസ്ദുർഗ്, അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ബൈക്ക് യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട്ട് ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനകം 30 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. ഇരുവിഭാഗങ്ങളിലും പെട്ട 1200 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഉത്തരമേഖല DIG S. ശ്രീജിത്ത് കാഞ്ഞങ്ങാട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. SP P. ശ്രീശുകൻ, കണ്ണൂർ SP അനൂപ് ജോൺ കുരുവിള, മാനന്തവാടി ASP ശ്രീനിവാസ, കാഞ്ഞങ്ങാട് ASP S. മഞ്ജുനാഥ, DYSP-മാരായ ജോസി ചെറിയാൻ, P. തമ്പാൻ, കുഞ്ഞൻ, പ്രിൻസ് എബ്രഹാം, പ്രജീഷ് തോട്ടത്തിൽ, രഘുരാമൻ, V. മധുസൂദനൻ, T. വിക്രം, ഹരിശ്ചന്ദ്ര നായിക് തുടങ്ങിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് കാഞ്ഞങ്ങാട് വിന്യസിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് ജലപീരങ്കികൾ എത്തിച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ആദൂർ CI സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് നൽകി. അക്രമ സംഭവങ്ങളിൽ ആരെങ്കിലും നുഴഞ്ഞുകയറിയിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് ഉത്തരമേഖല DIG ശ്രീജിത്ത് കാഞ്ഞങ്ങാട്ട് പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗതികൾ പൂർണ്ണമായി പോലീസിന്റെ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ടൗൺ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സംഗതികളൊക്കെ നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ഏകദേശം ഒരു 303ഓളം പോലീസുകാരും വിവിധ സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇവിടെ വളരെ നന്നായിട്ട് ജോലി എടുത്തിട്ടുണ്ട്. നാട്ടുകാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൂർണ്ണമായ സഹകരണം നമുക്ക് ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഈ രീതിയിൽ തന്നെ തുറന്നു കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഇന്നലത്തേന് ശേഷം രാത്രിക്ക് ശേഷം വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എല്ലായിടത്തും പോലീസ് എത്തുന്നുണ്ട്. പ്രശ്നങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. വളരെ കർശനമായ നടപടി ഈ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള കുറ്റക്കാർക്കെതിരെ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ഏകദേശം 120ഓളം പേര് പോലീസ് പിടിച്ചു കഴിഞ്ഞു. അതിനകത്ത് അവർ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെൻറ്റ് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഇൻവോൾവ് ആയിട്ടുള്ള കുറ്റക്കാരെ മുഴുവൻ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കി നിയമ നടപടികൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ FIR-കൾ പല സ്ഥലത്തുനിന്നും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ഇപ്പോൾ പല സ്ഥലത്തുണ്ടായിട്ടുള്ള കൊച്ചു സംഭവങ്ങൾ പരാതിപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതനുസരിച്ചുള്ള കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ദ്രുതഗതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ല. പോലീസ് പൂർണ്ണമായും കർശനമായും ഈ പ്രശ്നത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞു. അക്രമം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വിവിധ സ്ഥലങ്ങളിൽ കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. DIG-യോടൊപ്പം SP ശ്രീശുകനും ഉണ്ടായിരുന്നു. അക്രമബാധിത പ്രദേശങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു. അക്രമം നടന്ന മുറിയനാവി, കല്ലൂരാവി, മടിയൻ തുടങ്ങിയ പ്രദേശങ്ങളും കാഞ്ഞങ്ങാട്ടെ വ്യാപാര സ്ഥാപനങ്ങളും നേതാക്കൾ സന്ദർശിച്ചു. അക്രമം നടന്ന വീടുകളും സന്ദർശിക്കുകയുണ്ടായി. അക്രമം നടന്ന കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കും ആരാധനാലയങ്ങളും സന്ദർശിച്ചു. CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ, സെക്രട്ടേറിയറ്റ് അംഗം AV ബാലകൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് P അപ്പക്കുട്ടൻ, M പോക്ലൻ, കാറ്റാടി കുമാരൻ, DV അമ്പാടി എന്നിവരും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, ജില്ലാ നേതാക്കളായ അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, E കൃഷ്ണൻ, ഹിന്ദു ഐക്യവേദി മേഖലാ സെക്രട്ടറി A ശ്രീധരൻ, നഗരസഭാ കൗൺസിലർ CK വത്സൻ, HR ശ്രീധരൻ, RSS നേതാവ് വേലായുധൻ കൊടവലം, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ചെർക്കളം അബ്ദുള്ള, CT അഹമ്മദ് അലി, മെട്രോ മുഹമ്മദ് ഹാജി, MC ഗമറുദ്ദീൻ, ബഷീർ വിള്ളിക്കോത്ത്, A ഹമീദ് ഹാജി, അഡ്വക്കേറ്റ് NA ഖാലിദ് എന്നിവരും സന്ദർശിച്ചു. സാമുദായിക ലഹള ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്
കഴിഞ്ഞ 2-3 ദിവസമായി കാഞ്ഞങ്ങാട് ഭാഗത്തുണ്ടായിട്ടുള്ളത്. CPM-ഉം മുസ്ലിം ലീഗും തമ്മിൽ ആരംഭിച്ച രാഷ്ട്രീയ സംഘടനം പൊടുന്നനെ ഏകപക്ഷീയമായിട്ടുള്ള സാമുദായിക ലഹളയിലേക്ക് തിരികെയായിരുന്നു. മുസ്ലിം ലീഗിനകത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ വളരെ ശക്തമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമെതിരെ പോലും ആക്രമണമുണ്ടായി. പ്രത്യേകമായിട്ടുള്ള സമുദായം തിരിച്ചുകൊണ്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെയുള്ള ആക്രമണമുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. കാഞ്ഞങ്ങാട് മേഖലയിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹൃദ അന്തരീക്ഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന തിരിച്ചറിവിൽ നിന്ന് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായി CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന അജാനൂർ പഞ്ചായത്ത്, CPM-ൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന അജാനൂർ പഞ്ചായത്തടക്കം നഷ്ടപ്പെട്ടു പോയ വൈക്ലഭ്യത്തിൽ നിന്ന് സാമുദായിക സംഘർഷം സൃഷ്ടിച്ച് ഇരു സമുദായങ്ങളെയും തമ്മിൽ അകറ്റി ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും കലാപങ്ങളും. 5 പള്ളികൾ ആക്രമിക്കപ്പെട്ടു, 2 മദ്രസകൾ തകർക്കപ്പെട്ടു, ഒരു അനാഥാലയം തകർക്കപ്പെട്ടു, ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു. മടിയം കോവിലകം പോലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം മുസ്ലിങ്ങൾ ആക്രമിച്ചുവെന്ന പ്രചരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാപകമായി RSSൻ്റെ കേന്ദ്രങ്ങളിൽ അടക്കം നടത്തി. അവരിൽപ്പെട്ട നിരപരാധികളായ ആളുകളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ടുള്ള അക്രമം വിപുലമായി നടത്തിയിട്ടും തിരിച്ച് ഒരക്രമം ആ വിധത്തിൽ വരാതിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ ജനതയുടെ മേലുള്ള ശക്തമായ നിയന്ത്രണത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് കാണാൻ മാധ്യമങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഏതന്വേഷണവും ഞങ്ങൾ വ്യക്തമായി ആരോപിക്കുന്നു. CPM-ൻ്റെ ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനുള്ള ഏതന്വേഷണത്തെയും മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുന്നു. അത് ജുഡീഷ്യൽ അന്വേഷണമായാലും ശരി, അത് മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണമായാലും ശരി, ഏതന്വേഷണത്തെയും മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞങ്ങാട് നടന്ന സംഭവം ദൗർഭാഗ്യകരമാണ്. കാഞ്ഞങ്ങാട് നടന്ന സംഭവത്തിൽ ഞങ്ങളൊക്കെ സംഭവത്തെ അപലപിക്കുകയാണ്. സംഭവം നടന്നിട്ടുള്ളത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടായുസത്തിൻ്റെ മറ്റൊരു പതിപ്പാണ്. മറ്റ് ജില്ലകളിലൊക്കെ കണ്ണൂരും കോഴിക്കോട്ടും ഒക്കെ നടക്കുന്നതിൻ്റെ വേറൊരു പതിപ്പായിട്ടാണ് ഇവിടെ കണ്ടത്. ഇവിടുത്തെ പതിപ്പ് എന്ന് പറയുന്നത് മറ്റു പലതാക്കാൻ വേണ്ടി ശ്രമിച്ച മാർക്സിസ്റ്റ് പാർട്ടി അതവർക്ക് നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതേ അവസരത്തിൽ പലവിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി സർക്കാരിനെതിരായിട്ടുള്ള ഏതോ ഒരു രീതിയിൽ ഒരു കാടത്തം കാണിക്കുന്ന രീതിയാണ് കാഞ്ഞങ്ങാട് സംഭവം. കാഞ്ഞങ്ങാട്ട് ഒരു ഓട്ടോറിക്ഷ കത്തി എന്നുള്ള കാരണം കൊണ്ട് ഓട്ടോറിക്ഷ കത്തിയായിട്ട് പ്രതികളെ പിടിക്കണമെന്ന് ഞങ്ങൾ രാവിലെ പറഞ്ഞു. ആരാണെങ്കിലും പിടിച്ചോട്ടെ, അതിലൊരു കുഴപ്പമില്ല. ഒരു ഓട്ടോറിക്ഷ കത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടെ 60ഓളം വീടുകളാണ് ആക്രമിച്ചത്, 5 പള്ളികൾ ആക്രമിച്ചു, മുസ്ലിം ലീഗിൻ്റെ 2 ഓഫീസുകൾ ആക്രമിച്ചു. ഇതിലേറെ യതീംഖാന പോലും കയറി ആക്രമിച്ചു. ക്ലാസ് മുറികൾ തല്ലി തകർത്തു. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്ത 20ഓളം കാറുകൾക്ക് കല്ലെറിഞ്ഞു, മോട്ടോർ സൈക്കിൾ നശിപ്പിച്ചു. എത്രയോ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ വരുത്തി വെച്ചത്. ഇതൊന്നും സഹിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ കഴിയില്ല. എന്നിട്ട് അരിയിൽ നിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും നായക്ക് മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷം കാഞ്ഞങ്ങാട്ടും കാസർഗോട്ടും ഒക്കെ പലയിടത്തുമായിട്ട് നടത്തിയ നീചമായ സംഭവങ്ങളെക്കുറിച്ച് എല്ലാവരും അറിയുന്നവരാണ്. ആ സംഭവം ഇനിയും ആവർത്തിച്ച് ഗവൺമെൻറ്റിനെതിരായുള്ള ഒരായുധം എന്നുള്ള നിലയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട്ട് നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് പ്രത്യേക പോലീസ് ടീം അന്വേഷിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ആവശ്യപ്പെട്ടു. അക്രമബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ബോധപൂർവ്വം പൈശാചികമായ ആക്രമണം നടന്നിട്ടുള്ളത്. നേരത്തെ കാസർഗോഡ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ വന്നപ്പോഴുണ്ടായ അക്രമ സംഭവങ്ങൾ, ആ അക്രമ സംഭവങ്ങളുടെ ഒരു ആവർത്തനം കാഞ്ഞങ്ങാട് നടത്താനുള്ള ഗൂഢാലോചനയാണ് ഇതിൽ പറയുന്നുള്ളത്. മാത്രമല്ല, ഇത്തരം അക്രമ സംഭവങ്ങൾ പട്ടാപ്പകൽ പോലും യാതൊരു ലക്കും ലകാനുമില്ലാതെ നടത്തുന്ന അണികളെ നിയന്ത്രിക്കുന്നതിൽ സമ്പൂർണ്ണമായി മുസ്ലിം ലീഗ് പരാജയപ്പെട്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാടിൻ്റെ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത ഏറ്റവും പൈശാചികമായ അക്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒട്ടേറെ വീടുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, കൊള്ളയപ്പെട്ടിട്ടുണ്ട്, വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു. മാത്രമല്ല, ഏറ്റവും ഭീകരമായ ചില വാർത്തകൾ പത്രങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പട്ടാപ്പകൽ മുഖംമൂടി ധരിച്ച ഒരു സംഘം ആളുകൾ
ഈ കാഞ്ഞങ്ങാടിൻ്റെ തീരപ്രദേശത്ത് റെയിൽവേ ക്രോസ് കടന്ന് കൂടുന്നത് കണ്ടു എന്ന് സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ വിശദീകരിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഭരണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് തങ്ങളുടെ ഉത്തരവാദിത്തം മറന്ന് ക്രമസമാധാനം തകർക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ GNM നഴ്സിംഗ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള കോഴ്സുകൾക്ക് പ്രവേശനത്തിനായി ഉടൻ ബന്ധപ്പെടുക. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോനാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. സംഘർഷത്തിന് പിന്നിൽ മുസ്ലിം ലീഗും NDF-ഉമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ. മുസ്ലിം ലീഗ് 2 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട്ടും പരിസര പ്രദേശങ്ങളിലും സംഹാര താണ്ഡവമാടുകയാണ് ഉണ്ടായതെന്ന് KP സതീഷ് ചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിസര പ്രദേശങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നടത്തുന്നത്. അതിന് വർഗീയവൽക്കരിക്കാനും ബോധപൂർവമായ ശ്രമം നടത്തുന്നു. മുസ്ലിം ലീഗുണ്ട്. മുസ്ലിം ലീഗിനോടൊപ്പം ഇവിടെ പല പ്രദേശങ്ങളിലും മുസ്ലിം ലീഗ് NDF ഒന്നാണ്. ആ തീവ്രവാദ ശക്തികളുടെ സഹായത്തോടുകൂടി തന്നെയാണ് ഈ ആക്രമണം. നൂറുകണക്കിന് വീടുകൾ, കടകൾ, വാഹനങ്ങൾ, പല സ്ഥലങ്ങളിലും തെരുവുയുദ്ധങ്ങൾ. പക്ഷേ കാഞ്ഞങ്ങാട് നഗരത്തിൽ എൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ആക്രമണമാണ് നടന്നത്. അത് കണ്ടും അത്ര ഒരു സ്ഥലത്ത് സ്വീകരണം വെക്കുമ്പോൾ അതിനുശേഷം സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ എല്ലാ ശ്രമവും ലീഗ് നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ വളരെ ചെറു ന്യൂനപക്ഷമാണ് CPM-ന്റെ വീട്. അവിടെ സംഹാരം നടക്കുകയാണ്. രാവിലെ ഒരു CPM പ്രവർത്തകൻ്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. എല്ലാ ഓട്ടോറിക്ഷത്തോടെയാണ് പ്രതിഷേധമുണ്ട്. അപ്പം ഇതിനെല്ലാം കാരണം യാതൊരു രീതിയിലും ലീഗിൻ്റെ നിയന്ത്രണത്തിന് വഴങ്ങാത്ത ഒരു സംഘം തമ്മാടിക്കുട്ടമാണ്. ഇത് തന്നെയാണ് കാസർഗോഡ്. മാത്രമല്ല ഇത് ഞങ്ങൾ പറഞ്ഞില്ല, തീവ്രവാദ ബന്ധം അന്വേഷണം, പ്രത്യേക ഏജൻസി അന്വേഷണം. കാസർഗോട്ട് നടന്ന മാതൃകയിൽ കാഞ്ഞങ്ങാട്ടും അക്രമം സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഘർഷത്തെ വർഗീയവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗും NDF-ഉം ചേർന്നാണ് സംഘർഷം നടത്തുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വഴങ്ങാത്ത ഒരു തെമ്മാടിക്കൂട്ടം ഇതിന് പിന്നിലുണ്ടെന്നും സതീഷ് ചന്ദ്രൻ പ്രസ്താവിച്ചു. സമാധാനം പാലിക്കുന്നതിനാണ് CPM മുൻകൈ എടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ ഇതിന്റെ ഗൗരവം കണക്കിലെടുത്ത് അന്വേഷണം ഒരു പ്രത്യേക ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് കാഞ്ഞങ്ങാട് കലാപത്തിന് പിന്നിലെന്ന് K. സുരേന്ദ്രൻ. കാഞ്ഞങ്ങാട് കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും BJP. വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് കാഞ്ഞങ്ങാട് കലാപത്തിന് പിന്നിലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. അക്രമബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കാഞ്ഞങ്ങാട്ട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസൂത്രിതമായ നീക്കമാണ് കാഞ്ഞങ്ങാട് കലാപത്തിന് പിന്നിലെന്ന് BJP ആരോപിക്കുന്നു. മുസ്ലിം ലീഗും CPM-ഉം തമ്മിൽ ആരംഭിച്ച രാഷ്ട്രീയ സംഘടന പൊടുന്നനെ വർഗീയ ലഹളയിലേക്ക് തിരിയുകയായിരുന്നു. മുസ്ലിം ലീഗിനകത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ, തീവ്രവാദ ശക്തികൾ ഈ സമയം വർഗീയ സംഘർഷത്തിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്തുകയുണ്ടായി. സമുദായം നോക്കി
ആരാധനാലയങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമെതിരെ ആക്രമണം നടന്നത് ഇതിൻ്റെ തെളിവാണ്. പല ആക്രമണങ്ങളും നടത്തിയത് മുഖം മൂടി ധരിച്ച തീവ്രവാദി സംഘങ്ങളായിരുന്നു. വൻതോതിലുള്ള ആയുധ സമാഹരണവും ഉപയോഗവും ഈ കലാപത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിനകത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് BJP വിശ്വസിക്കുന്നു. ഇതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത്രയും അക്രമ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് തികഞ്ഞ നിഷ്ക്രിയത്വമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗും CPM-ഉം ആരംഭിച്ച രാഷ്ട്രീയ സംഘടനം വർഗീയ ലഹളയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. മുസ്ലിം ലീഗിനകത്തെ തീവ്രവാദ ശക്തികൾ ഈ സമയം വർഗീയ സംഘർഷത്തിനായി ആസൂത്രിത നീക്കം നടത്തിയതായും അദ്ദേഹം ആരോപിച്ചു. സമുദായം നോക്കി ആരാധനാലയങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടത് ഇതിന് ഉദാഹരണങ്ങളാണ്. പല ആക്രമണങ്ങളും നടത്തിയത് മുഖംമൂടി ധരിച്ച സംഘങ്ങളായിരുന്നു. വൻതോതിലുള്ള ആയുധ സമാഹരണങ്ങളും നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിത്യാനന്ദ പോളിടെക്നിക്കിൽ അക്രമം കഴിഞ്ഞ് 24 മണിക്കൂർ പിന്നിടുമ്പോഴും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ മറ്റ് ഉദ്യോഗസ്ഥരോ ആരും തന്നെ പ്രതികരിച്ചില്ല. കുഞ്ഞാലിക്കുട്ടി കാസർഗോഡ് ജില്ലയിൽ എപ്പോഴൊക്കെ വന്നാലും വർഗീയ ലഹള തുടർക്കഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP നേതാക്കളായ അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, E. കൃഷ്ണൻ, CK. വത്സലൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സർക്കാരിന്റെ മുഖച്ഛായ തകർക്കാനുള്ള CPM നീക്കമാണ് അക്രമത്തിന് പിന്നിലെന്ന് ചെർക്കളം അബ്ദുള്ള. അക്രമം നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം കാഞ്ഞങ്ങാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ശ്രമത്തിന് കൂട്ടുവെക്കാനും ചിലർ വന്നിട്ടുണ്ടെന്ന് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ശ്രമം ഏതെങ്കിലും തരത്തിൽ വേറൊരു സംഘർഷമാക്കി മാറ്റി അതിൽ നിന്ന് വല്ല മുതലെടുക്കാനും മാർക്സിസ്റ്റ് പാർട്ടി കഴിയുമെന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി നോക്കുന്നുണ്ട്. അതിനുവേണ്ടി BJP-ക്കാരെയും ഒന്ന് കൂട്ടിപ്പിടിച്ച് നടക്കുന്ന രീതിയൊക്കെ പലയിടത്തും കണ്ടു എന്നാണ് ഇവിടെ ദൃക്സാക്ഷികൾ പറയുന്നത്. ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായില്ല. ഇന്നലെ ഞാൻ സ്ഥലത്തുണ്ടായില്ല. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് വന്നത്. പാർട്ടി മീറ്റിങ്ങും UDF-ന്റെ പരിപാടിയൊക്കെ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമം ഏതായാലും അത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഗീയവാദത്തിനോ തീവ്രവാദത്തിനോ കൂട്ടുനിൽക്കുന്നവരല്ല. മുസ്ലിം ലീഗിന്റെ നയം ഏതെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കപ്പെടേണ്ട ശ്രമം. ഇവിടെ എന്തുണ്ടായത്? ഈ ആക്രമിക്കാനുള്ള സംഭവം എന്തുണ്ടായിരുന്നു? 60ഓളം വീടുകളാണ് ആക്രമിച്ചത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കാണാൻ പോയെടുത്ത് 2 വീട് നോക്കാൻ പോയപ്പോൾ 20ഓളം വീട്. അപ്പൊ ഇതിന് 60 വീട്ടിലും കൂടുതലുണ്ടാവുന്നതാണ് തോന്നുന്നത്. 5 പള്ളികൾ ആക്രമിച്ചു. എത്തീംഖാന പോലും അടിച്ചതാക്കും. ആരെങ്കിലും എത്തീം കുട്ടികൾ താമസിക്കുന്ന പഠിക്കുന്ന സ്ഥാപനത്തെ അടിച്ചമർത്താൻ പോകാന്ന് പറഞ്ഞാൽ പൈശാചികമായ ആക്രമണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റില്ല. അക്രമത്തിന് പിന്നിൽ CPM BJP കൂട്ടായ്മയാണെന്നും ചെർക്കളം പറഞ്ഞു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു മുഖമാണ് അക്രമത്തിൽ കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ഓട്ടോറിക്ഷ കത്തി എന്നതിൻ്റെ പേരിൽ 50 വീടുകളാണ് ആക്രമിച്ചത്. 5 പള്ളികൾ ആക്രമിക്കപ്പെട്ടു. എത്രയോ കോടി രൂപയുടെ നഷ്ടമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ വരുത്തിയത്. എല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ കാലത്ത് കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടും പാലക്കുന്നും ഇടതുപക്ഷം നടത്തിയ നീചമായ അക്രമങ്ങൾ എല്ലാവർക്കും അറിയാം. ഒരുപാട് അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നിരപരാധികൾ ഉൾപ്പെടെ നിരവധി ആളുകളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. DIG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിശദമായി പരിശോധിച്ച് നിരപരാധികളെ ഒഴിവാക്കുമെന്ന് അവർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അത് നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണെന്നും ചെർക്കളം കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ CT അഹമ്മദ് അലി, MC ഖമറുദ്ദീൻ, മെട്രോ മുഹമ്മദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, A ഹമീദ് ഹാജി, അഡ്വക്കേറ്റ് NA ഖാലിദ് എന്നിവരും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ട് കലാപം നിയന്ത്രണ വിധേയം. കടകൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി.
അക്രമ സംഭവങ്ങളിലെ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുമെന്ന് DIG ശ്രീജിത്ത്. അക്രമം നടന്ന സ്ഥലങ്ങളിൽ സാന്ത്വനവുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ. കാഞ്ഞങ്ങാട്ട് കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് K. സുരേന്ദ്രൻ. സംഘർഷത്തിന് പിന്നിൽ മുസ്ലിം ലീഗും NDF-ഉം KP സതീഷ് ചന്ദ്രൻ. അക്രമത്തിന് പിന്നിൽ CPM BJP കൂട്ടായ്മയെന്ന് ചെർക്കളം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.